പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴ് ബിവറേജസ് ഗോഡൌണിൽ വൻ അഗ്നിബാധ. അഗ്നിരക്ഷാ സേനയെത്തി തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കി. കെട്ടിടവും ഗോഡൌണും പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവത്തിൽ അന്വേഷണത്തിന് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ഉത്തരവിട്ടു. CMD-ക്കാണ് നിർദ്ദേശം നൽകിയത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും. പത്തനംതിട്ട ജയശങ്കർ, ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അതായത് വിജയകുമാർ, ഈ പുളിങ്കീഴ് ബിവറേഴ്സിന്റെ സംഭരണ കേന്ദ്രത്തിലാണ് 8 മണിയോടുകൂടി വലിയൊരു തീപിടുത്തം ഉണ്ടായത്. ഇവിടെ ചില മെയിൻ്റനൻസ് വർക്കുകളുടെ ഭാഗമായി പണികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇതിനിടെ വെൽഡിങ്ങിനിടെ തീപ്പൊരിയിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയൊരു തീപിടുത്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതെന്നാണ് പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനം. എന്തായാലും ഏറെക്കുറെ ആ കെട്ടിടം പൂർണ്ണമായും അഗ്നിക്ക് ഇരയായിട്ടുണ്ട്. അലുമിനിയം ഷീറ്റ് കൊണ്ട് മേൽക്കൂരയുള്ള കെട്ടിടമാണ്. ഏറെക്കുറെ തീ പൂർണ്ണമായും ആ കെട്ടിടം വിഴുങ്ങി. നിലവിൽ ഫയർഫോഴ്സ് എത്തി തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. വലിയൊരു ലക്ഷങ്ങളുടെ നഷ്ടം തന്നെയാണ് ബിവറേജ് ഔട്ട്ലെറ്റ് ഈ തീപിടുത്തത്തിലൂടെ ബിവറേജ് കോർപ്പറേഷൻ ഉണ്ടായതെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് എന്തായാലും അന്വേഷണം നടത്താൻ എക്സൈസ് മന്ത്രി എം ബി രാജേഷ് ഇതിനോടകം തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. CMD-ക്കാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കോടിക്കണക്കിന് രൂപ നഷ്ടമെന്നാണ് പ്രാഥമികമായി ബിവറേജ് കോർപ്പറേഷൻ ഈ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം. എന്തായാലും എത്ര സ്റ്റോക്ക് അവിടെ ഉണ്ടായിരുന്നു, അതിൽ എന്താണ് തീപിടുത്ത കാരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തോതിലുള്ള അന്വേഷണം നടക്കാനുണ്ട്. വലിയ ലക്ഷങ്ങളുടെ വലിയ നഷ്ടമാണ് എന്തായാലും സംഭവിച്ചിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഉദ്യോഗസ്ഥ വീഴ്ച ഉണ്ടായോ, സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ച ഉണ്ടായോ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ എന്തായാലും അന്വേഷണം നടക്കും. ഗോഡൌണിന് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടായിരുന്നു എന്നാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ കത്തിനശിച്ച മദ്യത്തിന് പകരമായി അതിന്റെ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. അതോടെ ലക്ഷങ്ങളുടെ. ജയശങ്കർ, ഇത് എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? എങ്ങനെയാണ് ഈ അഗ്നിബാധ ഉണ്ടായത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? ഈ ഉദ്യോഗസ്ഥർക്കോ അവിടെയുള്ള ജീവനക്കാർക്കോ എന്തെങ്കിലും വിവരങ്ങൾ അറിയാമോ? അതായത് ഈ സംഭരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് അതിനടുത്ത് തന്നെ ചില വെൽഡിംഗ് വർക്കുകൾ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് തന്നെ ചില വെൽഡിംഗ് വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. വെൽഡിങ്ങിനിടെ തീപ്പൊരി ഈ സ്ഥാപനത്തിലേക്ക് പടർന്നു, തീപ്പൊരി തെറിച്ചു. ഇത് വലിയ തീപിടുത്തത്തിലേക്ക് നയിച്ചു എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള അന്വേഷണങ്ങൾ വരും മണിക്കൂറുകളിൽ നാളെയോടൊക്കെ തന്നെ നടക്കാൻ സാധ്യതയുള്ളൂ. രാത്രിയാണ്, കുറച്ചുള്ളോട്ട്, നഗരത്തിൽ നിന്നൊക്കെ മാറി കുറച്ച് ഉള്ളോട്ടുള്ള ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ആയിരിക്കും ഇത് സംബന്ധിച്ച അന്വേഷണങ്ങൾ ആരംഭിക്കുക. പ്രാഥമികമായി ഇത്തരത്തിൽ അവിടെ വെൽഡിംഗ് വർക്കുകൾ നടന്നിരുന്നു. അവിടുന്ന് തീപ്പൊരി തെറിച്ചതാണ് ഇത്തരത്തിൽ വലിയൊരു അപകടത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. ഇത് പ്രാഥമികം മാത്രമാണ്. അതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും ഗൂഢാലോചനയുണ്ടോ, മറ്റേതെങ്കിലും ഷോർട്ട് സർക്യൂട്ട് ഉൾപ്പെടെയുള്ള കാരണങ്ങളാണോ ഈ കോടികളുടെ നഷ്ടം ഉണ്ടാവുന്ന ഈ തീപിടുത്തത്തിലേക്ക് നയിച്ച ഉൾപ്പെടെയുള്ള സംശയങ്ങൾ അവിടെ നിലനിൽക്കുന്നതിനാലും ഈ കാര്യത്തിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം. എക്സൈസ് മന്ത്രി ഇതിനോടകം തന്നെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ അന്വേഷണത്തിലായിരിക്കും കൂടുതൽ കാര്യങ്ങൾ എന്തായാലും പുറത്തു വരിക. CMD-ക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ രാവിലെ അവിടെ എത്തി ഒരു പരിശോധന നടത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറെക്കുറെ ആ കെട്ടിടം പൂർണ്ണമായും അഗ്നി വിഴുങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അലുമിനിയം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ മേൽക്കൂരയായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ അഗ്നി പൂർണ്ണമായി ആ കെട്ടിടത്തെ കവർന്നെടുത്തു. വലിയൊരു തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. മറ്റു തരത്തിലുള്ള ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായതായ റിപ്പോർട്ടില്ല. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന മദ്യം പൂർണ്ണമായും അഗ്നിക്കിരയായി. മദ്യം കത്തി നശിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മദ്യം ഏതായാലും ഈ ദൃശ്യങ്ങൾ പത്തനംതിട്ട തിരുവല്ല പുളിക്കീഴ് അവിടെ ബിവറേജസ് കോർപ്പറേഷൻ്റെ ഒരു ഗോഡൌൺ കത്തി നശിക്കുന്നതിൻ്റെതാണ്. അല്പസമയം മുമ്പാണ് തീ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാക്കിയത്. ആ കെട്ടിടവും അതിൽ പ്രവർത്തിച്ച ഗോഡൌണും പൂർണ്ണമായും നശിച്ചു. അന്വേഷണത്തിന് മന്ത്രി എം ബി രാജേഷ് ഉത്തരവിട്ടിട്ടുണ്ട്. CMD-യോടാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടത്. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിഗമനം. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നതൊക്കെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമല്ല. സമഗ്രമായ അന്വേഷണം നടത്തും എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് പത്തനംതിട്ടയിൽ നിന്ന്.